ഈ മാവിൽ മാവിൻ തൈകളിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സയണ് ഒരു കൂട്ടാലിട എന്ന സ്ഥലത്ത് ഒരു തറവാട് വളപ്പിൽ ഉള്ള ഒരു മാവിൽ നിന്നാണ് ശേഖരിച്ചത്. ആ മാവിൻ്റെ ഇതുവരെ അവർക്ക് അത് സീഡ് മുളപ്പിച്ചോ മറ്റു രീതിയിലോ പ്രൊപ്പഗേഷൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് ആ മാവ് മുറിക്കാൻ പോവുകയാണ്. ആ വീടിനോട് ചാഞ്ഞു വരുന്നത് കൊണ്ട് ആ മാവ് മുറിക്കേണ്ടത് അവർക്ക് അത്യാവശ്യമാണ്. അങ്ങനെ ആ മാവിൻ്റെ മുകളിലെ തൈകൾ ഉണ്ടാക്കാൻ ഒരു പൈതൃക മാവാണ്. അതുകൊണ്ട് ഈ മാവിൻ്റെ തൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയിട്ട് സയണ് ശേഖരിച്ചത്. അങ്ങനെ ഇത് ഡബിൾ റൂട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നുമുണ്ട്, അതുപോലെ തന്നെ സിംഗിൾ റൂട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നുമുണ്ട്. ഈ സിംഗിൾ റൂട്ട് ഇതിനൊക്കെയുള്ള തൈകൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് വെച്ചത് കൊണ്ടാണ് അവിടെ പോയിട്ട് സയണ് ശേഖരിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്നും ഈ ഗ്രാഫ്റ്റ് ചെയ്യാൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കാണാം. നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ ആവശ്യമായ സാധനം, ഒന്ന് സാനിറ്റൈസർ, രണ്ടാമത് നമ്മളെ കട്ടർ, ഹെഡ് ഒക്കെ കട്ട് ചെയ്യുന്ന കട്ടർ, പിന്നെ നമുക്ക് വേണ്ടത് ഗ്രാഫ്റ്റിംഗ് ടേപ്പ്, അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തി, പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ഹ്യൂമിഡിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് ഇടുന്നൊരു പോളിത്തീൻ കവർ. പിന്നെ പോളിത്തീൻ കവർ വെക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഇതിൽ കുറച്ച് ഫംഗിസൈഡ് ഏതെങ്കിലും ഉപയോഗിക്കണം. അത് കോപ്പർ ഓക്സി ക്ലോറൈഡ് കലക്കിയ വെള്ളമാണ് ഇതിലുള്ളത്. പിന്നെ നമുക്ക് ബ്ലേഡ്, അതായത് ഇതേ ബ്ലേഡാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കട്ടർ സാധനങ്ങളൊക്കെ ഒന്ന് സാനിറ്റൈസർ അടിച്ചിട്ട് ഇതാക്കി, അതുപോലെ തന്നെ കത്തി സാനിറ്റൈസർ അടിച്ച് ഇതാക്കുക. അതുപോലെ കൈയും വൃത്തിയാക്കിയതിന് ശേഷം ഈ ഗ്രാഫ്റ്റിങ് ഇത് തുടങ്ങാവും. ഇതുപോലെ ഡബിൾ റൂട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ആദ്യം ഇങ്ങനെ ഒപ്പം കട്ട് ചെയ്യണം. രണ്ട് ഈ മാവിൻ തൈകളെ കൂടി ഒരേ ഹൈറ്റിൽ ഇതുപോലെ ഈ കാണുന്ന ഇതിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്കാണ് നമ്മൾ ഒരു സയോണ് ജോയിൻ്റ് ആക്കുക. അതിന് നമ്മൾ ആദ്യം ഇത് തെന്നി മാറാതിരിക്കാൻ വേണ്ടി ഒന്ന് വെറുതെ ഒരു രണ്ടും കൂടി ഒന്ന് ജോയിൻ്റ് ചെയ്ത് നിർത്തണം, ഒരേ ലെവലിൽ നിർത്താൻ വേണ്ടിയിട്ട്. ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ഈ കെട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം അങ്ങ് ഒഴിവാക്കുകയും ചെയ്യും. അതിനായി നമ്മൾ ഈ രണ്ടിനെയും കൂടി ഒപ്പം വെച്ചിട്ട് ഈ ഇതിൽ വീഡിയോയിൽ കാണുന്ന മാതിരി രണ്ടിനെയും കൂടിയും താഴോട്ട് നമ്മളൊരു പിളർപ്പുണ്ടാക്കും. അങ്ങനെ രണ്ടിനെയും കൂടി ഇങ്ങനെ പിളർപ്പുണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് ഏതാണ്ട് രണ്ടിലേക്കും കൂടിയും ചേർന്ന് നിൽക്കാൻ മാത്രം വണ്ണമുള്ള ഒരു സയൺ നമ്മൾ അതിലേക്ക് എടുക്കുക. എന്നിട്ട്
ഇതുപോലെ കേടുള്ള സാധനമൊന്നും എടുക്കരുത്. ഇതിൽ കുറച്ച് കേടുള്ളത് കൊണ്ട് നമ്മളിതിനെ ഒഴിവാക്കുക. അപ്പം ഇതിലേക്ക് ഇത് കേടൊന്നുമില്ലാതെ നല്ല ഇതിൽ കിട്ടിയ ഒരു സാധനമാണ്. ചെത്തുന്ന സമയത്ത് രണ്ട് ഭാഗവും ഒരേ രീതിയിലാണോ എന്ന് ശരിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുപോലെ രണ്ടിലേക്കും കൂടി ഇറക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളിതാ ഗ്രാഫ്റ്റ് ചെയ്താൽ ഇതുപോലെ ഇരിക്കും. ഇനി താഴെ നമ്മൾ ആദ്യം ഇത് ഒപ്പം നിൽക്കാൻ വന്ന ആ ഇതിൽ ആ കെട്ട് നമ്മൾ ഒഴിവാക്കിയിട്ട് ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഇതാണ് ഡബിൾ റൂട്ട് ഗ്രാഫ്റ്റ്. അതായത് രണ്ട് റൂട്ടും വലിക്കുന്ന ന്യൂട്രിയൻസ് ഒരു സൈഡിലേക്ക് പുഷ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ വളർച്ച ഉള്ള ഒരു രീതിയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു മോയ്സ്ചർ നിലനിൽക്കാനും ഫംഗിസൈഡ് ഉപയോഗിച്ചിട്ട് ഫംഗസ് വരാതെയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിന് ഇതുപോലത്തെ പോളിത്തീൻ കവർ ഉപയോഗിച്ച് ഇതിൽ നമ്മൾ കോപ്പർ ഓക്സി ക്ലോറൈഡ് എന്ന് പറഞ്ഞ 1% വീര്യമുള്ള സാധനം ഇതിലേക്ക് ഇതിൻ്റെ കലക്കിയ ലായനിയാണ് ഇതിൽ ഉപയോഗിച്ചത്. ബാഷ്പീകരണം തടയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ബാഷ്പീകരണം നടക്കുകയില്ല. ഇതിലേക്ക് ഫംഗസും മറ്റും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഡബിൾ റൂട്ട് ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സീഡ് മുളപ്പിച്ചിട്ടുള്ള തൈയിലാണ് ഈ ഒരു സയോൺ വെച്ച് പിടിപ്പിച്ചത്.